നമസ്കാരം. ഇന്നും നമുക്കെല്ലാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പലരും പെട്ടെന്ന് തന്നെ റെഫർ ചെയ്യാൻ ശ്രമിക്കുന്നത് വിക്കിപീഡിയയിലാണ്. വിക്കിപീഡിയയിൽ നോക്കിയാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവരും അല്ലാത്ത വ്യക്തികളുമൊക്കെ തന്നെ തങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതും മറ്റുമൊക്കെ. എന്നാൽ ഇന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും മുതിർന്ന NCP നേതാവുമായ അജിത് പവാർ മരിച്ച വാർത്തയുമായി ബന്ധപ്പെട്ട് പലരും ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ, അതായത് വിമാനാപകടം ഉണ്ടായ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ പലരും വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 21 മണിക്കൂർ മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചതായി വിക്കിപീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പലരെയും ഞെട്ടിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അജിത് പവാർ വിമാനാപകടത്തിൽ മരിക്കുമെന്ന് വിക്കിപീഡിയ എങ്ങനെയാണ് ഇത്രയും മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടെത്തിയത് എന്നുള്ള സ്വാഭാവികമായൊരു സംശയം അവിടെ എല്ലാവർക്കും ഉണ്ടായി. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ആസൂത്രിത നീക്കമുണ്ടോ എന്ന് സംശയിച്ചവരുണ്ട്. പലരും സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവയ്ക്കുകയും അജിത് പവാർ മരിക്കുമെന്ന വാർത്ത എങ്ങനെയാണ് വിക്കിപീഡിയ നേരത്തെ മുൻകൂട്ടി കണ്ടതെന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇക്കാര്യത്തിൽ ഒരുപാട് സംശയവും ദുരൂഹതയൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പലരും സംശയിക്കുന്ന മറ്റൊരു കാര്യം, നമുക്കറിയാം വിക്കിപീഡിയയിൽ ആർക്ക് വേണമെങ്കിലും അതിൽ കയറി അപ്ഡേറ്റ് ചെയ്യാവുന്നുള്ളൊരു സംവിധാനമുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനെ കുറിച്ച് വേണമെങ്കിൽ അതിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ മോശം പരാമർശം താഴെ കൊടുക്കുക. അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ പിന്നീടാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നത്. ഇത് ടൈം സോണിലുണ്ടായ ആ ഒരു വലിയ മാറ്റമാണ് ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കോഓർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം എന്ന ഒരു സംവിധാനത്തിന് കീഴിലാണ് ഈ വിക്കിപീഡിയയുടെ സമയമെല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതായത് IST എന്ന് പറയുന്നത് ഇതിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൽ വരുന്ന സമയം യഥാർത്ഥ സമയമായിരിക്കും. ഇന്ത്യയിൽ നടന്നൊരു സംഭവം, വലിയ സംഭവങ്ങളൊക്കെ തന്നെ അതിവേഗം വിക്കിപീഡിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അവർ ആ വാർത്ത കൊടുക്കുകയും ചെയ്യും. പക്ഷേ നമ്മളിതിൻ്റെ ടൈം സോൺ, ഇത് ഏത് സമയത്താണ് നടന്നതെന്ന്, അല്ലെങ്കിൽ ഈ വാർത്ത കൊടുത്തത് വിക്കിപീഡിയ എപ്പോഴാണ് ഇതിൻ്റെ വാർത്ത കൊടുത്തതെന്ന് നോക്കിയാൽ ഒരുപാട് സമയം പിന്നോട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് പലർക്കും ഇത് സംബന്ധിച്ച ദുരൂഹതകളും സംശയങ്ങളുമൊക്കെ ഉണ്ടാക്കാനിടയാക്കിയ സാഹചര്യം. പക്ഷേ പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല. ഈ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിൽ വലിയ തോതിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം. മാത്രമല്ല നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളും നമ്മളും തമ്മിലൊക്കെ തന്നെ ഒരുപാട് സമയ വ്യത്യാസമുണ്ട്. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സമയം എന്ന് പറയുന്നത് 5.5 മണിക്കൂർ മുന്നോട്ടാണെന്നുള്ള കാര്യം. അതുപോലെ അമേരിക്കയിലെ ഇന്ത്യയിലേക്ക് തന്നെ സമയം, നമുക്ക് ഇവിടെ പകലായിരിക്കുമ്പോൾ അവിടെ രാത്രി, അവിടെ രാത്രി ആയിരിക്കും ഇവിടെ പകലുമാണെന്നുള്ള വ്യത്യാസം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ പോലും, നമ്മുടെ തൊട്ടടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ പോലും അവിടെയും സമയത്തിൻ്റെ കാര്യത്തിൽ 2-3 മണിക്കൂറുകളൊക്കെ തന്നെ വ്യത്യാസം പലതും സംഭവിക്കാറുണ്ട്. ഏതായാലും വിക്കിപീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർ ഇന്ന് സംശയങ്ങളുമായി ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു സംശയ നിവാരണം വരുത്തുക തന്നെയായിരുന്നു IT മേഖലയിലെ വിദഗ്ധർ ഇന്ന് ചെയ്തത്. ഇപ്പോൾ ഇന്ത്യയിലൊരു സംഭവം ഉണ്ടായി എന്ന് കരുതുക, അത് ഈ വിക്കിപീഡിയ അതിൽ രേഖപ്പെടുത്തുന്നത്, അവരുടെ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തുന്നത് വേറൊരു സമയത്തിലായിരിക്കും. ഇത് തന്നെയാണ് ഈ ആശയക്കുഴപ്പത്തിൻ്റെ പ്രധാന കാരണങ്ങളെന്നായി മാറിയിരിക്കുന്നത്. കാരണം അവർക്ക് ഉപയോഗിക്കുന്ന സമയമല്ല നമ്മുടെ സമയം. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സമയക്രമമല്ല വിക്കിപീഡിയ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം എന്നുള്ള അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സമയക്രമത്തിലാണ് ഓരോന്നും രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം, മണിക്കൂറുള്ള വ്യത്യാസം തന്നെ അവിടെ സംഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ ദുരൂഹതയോ അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട, സംശയിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. കാരണം ഒരാൾ വിമാനാപകടത്തിൽ മരിക്കുമ്പോഴൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളൊക്കെ അവിടെയും വരാറുണ്ട്. കാരണം ഒരു വിമാനാപകടം എങ്ങനെ ഉണ്ടായി? നമ്മുടെ നാട്ടിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇത്തരം വിമാനാപകടങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അതിന് അട്ടിമറി സാധ്യതയൊക്കെ പലരും ചൂണ്ടിക്കാട്ടാറുണ്ട്, ആരോപിക്കാറുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രമുഖനായ ഒരാൾ വിമാനാപകടത്തിൽ യാർച്ചയായി മരിക്കുമ്പോൾ അതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വിക്കിപീഡിയ ഇക്കാര്യം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം പലരെയും ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഏതായാലും ഈ സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും എല്ലാം തന്നെ വിരാമമായിരിക്കുകയാണ്. കൃത്യമായ വിശദീകരണം ഇതിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടൈം സോണാണ് ഇക്കാര്യത്തിൽ വില്ലനായി മാറിയത്. മാത്രമല്ല ചിലരാണെങ്കിൽ സമയവും കാലവും ഒക്കെ മാറ്റി വ്യാജ സ്ക്രീൻഷോട്ടുകൾ സൃഷ്ടിച്ചിടുന്ന പതിവും ഉണ്ട്. ഇതും പലരിലും സംശയം ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വിക്കിപീഡിയ ഇക്കാര്യത്തിൽ നിരപരാധി തന്നെയാണ്. യാതൊരു തരത്തിലുമുള്ള സംശയത്തിനും ഇതിനി നമ്മൾ ഇട നൽകേണ്ടതില്ല.